2 തരത്തിലാണ് GST രജിസ്ട്രേഷൻ ഉള്ളത്. ഒന്ന് നോർമൽ GST രജിസ്ട്രേഷനും ഒന്ന് കോമ്പോസിഷൻ സ്കീമും. നോർമൽ GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ഇൻട്രിക്കേസസിലേക്ക് നമുക്ക് പോകണ്ട, ഇൻപുട്ട് ടാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട. ബേസിക്കലി എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്ത് നമ്മൾ ആർക്കാണോ വിൽക്കുന്നത് അവരുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് നമ്മൾ ആരുടെ നിന്നാണോ സാധനങ്ങൾ വാങ്ങുന്നത് അവർക്ക് കൊടുത്ത ടാക്സ് ഈ വിൽക്കുമ്പോൾ കിട്ടിയ ടാക്സിൽ നിന്ന് കുറച്ച് ബാക്കി അടയ്ക്കാൻ ബാധ്യത ഉള്ളവരാണ് ബേസിക്കലി നോർമൽ GST രജിസ്ട്രേഷനുള്ള ആൾക്കാർ. കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് എടുക്കാനോ അതുപോലെ തന്നെ വിൽക്കുന്നവർ ആർക്കാണോ വിൽക്കുന്നത് അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനോ അവകാശമില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? അവർ 3 മാസം കൂടുമ്പോൾ അവർ ടേൺ ഓവർ എടുക്കുക. ആ ടേൺ ഓവറിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ്, അല്ല പല സാഹചര്യങ്ങളും പല പെർസെൻറ്റേജാണ്, നോർമലി 1% ആ 1% ടാക്സ് അവരവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളതാണ് കോമ്പോസിഷൻ സ്കീമിൽ വരുന്ന പ്രത്യേകത. 3 മാസം കൂടുന്ന സമയത്ത് മാത്രം അവർ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. നേരെ മറിച്ച് നോർമൽ ടാക്സ് രജിസ്ട്രേഷനുള്ള ആൾക്കാർ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതൊക്കെയാണ് ബേസിക്കലി GSTയിൽ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒരു GST രജിസ്ട്രേഷൻ എടുക്കാനാണെങ്കിൽ അവരെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്, കമ്പനിയോ പാർട്ട്ണർഷിപ്പോ ഒന്നുമല്ല. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അവർ ഏത് അഡ്രസ്സിലാണോ ഈ സ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സിൻ്റെ റെൻറ്റ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് ടാക്സ് റെസീറ്റ്, പിന്നെ അവരെന്താണോ കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ എന്താണോ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നുള്ള ലൈസൻസോ ട്രേഡ് ലൈസൻസോ അങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത്. ഇത്രയും ബേസിക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്.